നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എറണാകുളം പോകുമ്പോഴത്തേക്കും രാധാകൃഷ്ണനും അല്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മീറ്റർ തുണികൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു മീറ്റർ 40 രൂപ എന്തായിരുന്നു. ഞാനിത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതേ അല്ല. അപ്പോൾ ഇതിങ്ങനെ ഡാമേജ് ആയിട്ട് അവർ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ആർക്കോ ഏതൊരു കസ്റ്റമറിന് വേണ്ടി മുറിച്ച് വെച്ചിട്ട് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡാമേജ് ആണെങ്കിൽ എന്ത് വില കുറച്ച് തരും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഹാഫ് മീറ്റർ എന്തോ ഡാമേജ് ഉണ്ടായിരുന്നുള്ളൂ. അതും ഫുള്ളായിട്ടില്ല, ഹാഫ് മീറ്ററിൻ്റെ എന്തോ സൈഡ് മാത്രം. അപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 20 രൂപയുടെ ലാഭം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, പണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് മുതലേ ഉള്ള ശീലമാണ് ഈ കട്ട് പീസ് വെറുക്കലും അല്ലെങ്കിൽ ഇങ്ങനെ ഡാമേജ് പീസ് വരുമ്പോൾ വില കുറച്ച് മേടിക്കലും അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ. അപ്പോൾ ഇതൊരു 2.5 മീറ്റർ, ആ ഡാമേജും കൂടി കൂട്ടി 2.5 മീറ്റർ ഉണ്ട്. ശരിക്കും ഞാനിങ്ങനത്തെ ഉടുപ്പ് തയ്ക്കാൻ പൊതുവേ എനിക്കൊരു 2 മീറ്ററിൻ്റെ ആവശ്യമേ വരാറുള്ളൂ. കാരണം സ്ലീവ് എല്ലാം ഇതിൽ തന്നെയുള്ളതാണ്, അങ്ങനെ പ്രത്യേകിച്ച് അറ്റാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഉടുപ്പ് തയ്ക്കാം അല്ലെങ്കിൽ ടോപ്പ് തയ്ക്കാം. ഞാൻ ഉടുപ്പ് തയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ടോപ്പ് തയ്ക്കും, ടോപ്പ് തയ്ക്കാന്നിടത്ത് ഉടുപ്പ് തയ്ക്കും. അപ്പോൾ ഇത് ആദ്യം വിചാരിച്ചത് പാൻസ് തയ്ക്കാമെന്ന് കരുതി, കാരണം അങ്ങനെ തയ്ച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഉടുപ്പ് തയ്ക്കാം, ഇതുപോലത്തെ മോഡലോളം തയ്ച്ചിട്ട് അത് കുറച്ച് ഡള്ളായി. കാരണം ഒരു വൈറ്റ് കളർ തയ്ച്ചത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡള്ളായപ്പോഴത്തേക്കും പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉടുപ്പ് തയ്ക്കുക കേട്ടോ. പിന്നെ വിചാരിച്ചു ഇതിലെന്തെങ്കിലുമൊക്കെ അറ്റാച്ച് ചെയ്യാം, ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം കുറച്ച് മീറ്റർ തുണി ബാക്കി വന്നു. അങ്ങനെ ഇതൊക്കെ പിടിപ്പിച്ച മീൻസ് ഇതെല്ലാം തയ്ച്ച് റെഡിയാക്കിയെടുത്ത്. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എൻ്റെ വീഡിയോ എഡിറ്റിങ്ങിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടില്ലേ. പഠിച്ചു നമ്മൾ കുറേ നാളായല്ലോ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കിത് വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അവസാനത്തെ ലുക്ക് ഇതാണ്. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.